ബിടെക് ഫസ്റ്റ് ഇയേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്കിനി ഇന്റേണൽ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇന്റേണൽ എക്സാം എന്ന് പറഞ്ഞാൽ സീരീസ് എക്സാം. ഈ സീരീസ് എക്സാം നിങ്ങൾ ജസ്റ്റ് ഒരു ക്ലാസ് ടെസ്റ്റ് പോലെ കൺസിഡർ ചെയ്യരുത്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയാണ്. അപ്പൊ നിങ്ങൾക്ക് 2 സീരീസ് എക്സാം ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ 2 സീരീസ് എക്സാമിന്റെയും മാർക്ക് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്റേണൽ മാർക്സ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സീരീസ് എക്സാമിന് നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇന്റേണൽ മാർക്ക് നിങ്ങൾ അണ്ടർ ആയി കഴിഞ്ഞാൽ ആ മാർക്കും കൂടെ എക്സ്റ്റേണൽ പരീക്ഷയ്ക്ക്, അതായത് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാസ് ആവാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റേണൽ എക്സാംസ് നമ്മൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ ലേണിനോ ആപ്പിൽ നിങ്ങൾക്കായിട്ട് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിനും നമ്മൾ ഇതേപോലെ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് സെപ്പറേറ്റ് ആയിട്ടോ അതല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും കൂടെ ചേർന്ന് S1 കോഴ്സ് ആയിട്ടോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനിൽ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ 1-to-1 ട്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഇതുപോലെ 1-to-1 ട്യൂഷനും ജോയിൻ ചെയ്യാം. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മൾ ലേണിനോ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ സീരീസ് എക്സാം ആവുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.